തമിഴ്നാടിന്റെ നമ്മളിപ്പോ നിൽക്കുന്ന തമിഴ്നാട് ഫോറസ്റ്റ് ഏരിയയില്ല, അതായത് തേനി ജില്ലയുടെ ഫോറസ്റ്റ് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്നില്ലേ, ഈ കാണുന്നതാണ് തേനി ജില്ല. നമുക്ക് ഇവിടെ നിന്ന് തേനി ജില്ലയുടെ ഏകദേശം ഒരു 80% നമുക്ക് നമ്മുടെ കണ്ണോട് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ മഞ്ഞ് മൂടിയാണ്, നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല, അല്ലെ നമുക്ക് കുറച്ചുകൂടെ ലോങ്ങിൽ കാണാമെന്നായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന വെച്ചാൽ സീ ലെവലിൽ നിന്ന് 3500 അടി ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കാണുന്ന കല്ലില്ലേ, ആ കല്ലിന് അത്ര തന്നെ ഹൈറ്റ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ ആ കല്ലിന് ഹൈറ്റ് കൊള്ളും, അവിടെ നോക്കുമ്പോൾ ഈ കല്ലിന് ഹൈറ്റ് കൂടുതലായിട്ടും തോന്നും. ഇത് രണ്ടുപേരെയും ഹൈറ്റാണ്. ആ കാണുന്ന കല്ലിൻ്റെ പേരാണ് രാമക്കല്ല്. ആ പേരാണ് നമ്മുടെ സ്ഥലത്തിന് എടുക്കുന്നത്. അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് വനവാസസ്ഥലത്ത് രാമകൃഷ്ണന്മാർ സീതയെ തേടി ലങ്കയിലേക്ക് പോയെന്നും ഇവിടെ വന്നെന്നും ഇവിടെ ധനുഷ്കോടിക്ക് പോയെന്നും അവിടുന്ന് ലങ്കയിലേക്ക് പോയെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. പണ്ട് കാലത്ത് താഴെ കാണുന്ന കടലായിരുന്നെന്നും കടൽ 400 കിലോമീറ്റർ ഉൾവലിച്ച് കരയാതാണ് താഴ്ന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ശ്രീരാമന്റെ കാൽപാദം പറഞ്ഞ മണ്ണായിട്ടാണ് രാമക്കല്ലെന്ന് പേര് വന്നത്. പിന്നീട് ആ പേരാണ് നമ്മുടെ സ്ഥലത്തിന് എടുക്കുന്നത്, രാമക്കൽമേട്. ആ കല്ലിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 സൈഡ് പില്ലർ റൂഫ് വരും, ഒരു സൈഡ് നടന്നു കയറുന്ന രീതിയിലാണ് കല്ലുള്ളത്. താഴെ കാണുന്ന റോഡുണ്ടോ, ആ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ നടക്കാണ്ട കല്ലോട്ട് നടന്ന് മാത്രമേ പോകത്തുള്ളൂ, വണ്ടി കയറത്തില്ല. കല്ലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 സൈഡ് പില്ലർ. കല്ലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിനായിട്ട് ഒരു സൂസൈഡ് പോയിന്റ് ആണ്. ഒരു 16 പേരുടെ ചാടി സൂസൈഡ് ഉണ്ട്. എൻ്റെ ലാസ്റ്റ് 2014 പ്രായപൂർത്തിയാത്ത 2 കപ്പിൾസ് കയ്യെ ചാടി സൂസൈഡ് ചെയ്തു. അവിടുന്ന് ചാടി 5 സെക്കൻഡ് അറ്റാക്ക് വരുന്നു, 10 സെക്കൻഡ് ബോഡി താഴെ എന്നാണ് പറയപ്പെടുന്നത്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റുവെച്ച 3 സ്ഥലങ്ങളിലൊന്നാണ് രാമക്കൽമേട്. നമ്മളിപ്പോൾ നിൽക്കുന്നില്ലേ, നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് 4 പേര് 5 പേര് കയ്യെ പിടിച്ചെന്നാലും കാറ്റടിച്ചുകൊണ്ട് പോകും. അത് നമ്മൾ സീസൺ ടൈമിൽ താഴെ നിർത്തിയാണ് കാണിക്കാറ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാറ്റിൻ്റെ ദിശയിലെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ കാറ്റടിക്കുന്ന ഒരു സൈഡിൽ നിന്ന് എല്ലാം റൗണ്ടിലായിരിക്കും കാറ്റടിക്കുക. ഓക്കെ, ഈ താഴെ ഒരു ബിൽഡിംഗ് ആണ്.